എടതിന്റെ പൊന്നാപുരം കോട്ടയായിട്ടുള്ള തൃക്കരിപ്പൂരിൽ അട്ടിമറിയാണ് ഇത്തവണ സംഭവിക്കുക. സന്ദീപ് വാര്യർ അവിടെ വിജയിച്ചു കയറും. ഇതൊരു ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും അവിശ്വസനീയമായിട്ട് തോന്നാം. കാരണം എത്രയോ കാലങ്ങളായിട്ട് അവിടെ CPI സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു വന്നിട്ടുള്ളൂ. അവിടെ എങ്ങനെയാണ് ഒരു അട്ടിമറി സംഭവിക്കുക? അതായത് തൃക്കരിപ്പൂരിന് അടുത്ത് കിടക്കുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് പയ്യന്നൂരും അതേപോലെ തന്നെ തളിപ്പറമ്പും. ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലടക്കമുള്ള സ്ഥലങ്ങളിൽ CPMൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ അട്ടിമറികൾ അത് നമ്മളൊക്കെ കാണുന്നതിനേക്കാളപ്പുറമാണ്. MV ജയരാജനും പി ജയരാജനും EP ജയരാജനും എല്ലാം തന്നെ, അതേപോലെ ഷംസീർ എല്ലാം തന്നെ പിണറായി വിജയൻ്റെ ഇത്ര ഒറ്റയ്ക്കുള്ള പോക്കിനെ, അതായത് പിണറായി വിജയൻ മാത്രം മതി, മരുമോനും മതി, ബാക്കി എല്ലാവരും വേണ്ട, ബാക്കി എല്ലാവരും വെട്ടിമാറ്റുക എന്നുള്ള ശൈലി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള പ്ലാനോട് കൂടി TK ഗോവിന്ദനെ തളിപ്പറമ്പിലും അതേപോലെ കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിലും ഇറക്കി കളിച്ചു എന്നുള്ളതാണ് സത്യം. പുറമേ നിന്ന് നോക്കുമ്പോൾ അവരാരും ഗ്രൗണ്ടിലില്ല, എന്നാൽ അവരാണ് ഇവരെ ഇറക്കി ഇവർക്ക് സംരക്ഷണം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബഹിർസ്ഫുരണമാണ് തൃക്കരിപ്പൂരിൽ വരുന്നത്. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിനോട് തൊട്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള CPMൻ്റെ അണികളിടയിലുള്ള വലിയ തോതിലുള്ള വിള്ളൽ തൃക്കരിപ്പൂരിലേക്കും ബാധിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഇത്തവണ 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനുള്ളൂ. അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ ആകെ പിടിക്കേണ്ടത് എത്രയാണ്? 3,000 വോട്ട് പിടിച്ചാൽ ആർക്ക് ഭൂരിപക്ഷമായി? UDFന് ഭൂരിപക്ഷമായി. അപ്പം അവിടെയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റായ വിവരങ്ങൾ വരുമ്പോൾ വളരെ മുന്നിലാണ് ആര്? നമ്മുടെ സന്ദീപ് വാര്യർ ഇറങ്ങിയ മുതൽ ഒരു പ്രത്യേക തരത്തിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാവുകയും ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അത് വലിയൊരു ജനപ്രവാഹമായി മാറുകയും ചെയ്തു. അതായത് തൃക്കരിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ജനക്കൂട്ടുണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റയടിക്ക് UDFിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ CPMൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട്, അടിത്തട്ടിലെ വോട്ട് ഇവരിലേക്ക് പോകുന്നു. ഈവൻ BJPൻ്റെ ഉള്ളിൽ നിന്ന് പോലും സന്ദീപ് വാര്യരായി താല്പര്യമുള്ള ആളുകളുണ്ട്, അവരെ വോട്ടും BJPക്ക് സന്ദീപ് വാര്യർക്ക് പോകണം. ഈ വിധത്തിൽ സന്ദീപ് വാര്യർ വലിയൊരു അട്ടിമറി വിജയമാണ് അവിടെ കിട്ടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് അവിടുന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് വിജയസാധ്യതയിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ മുസ്ലിം കൺസോളിഡേഷൻ തന്നെയാണ്, അല്ലേ? മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ട്. അതവിടെ ക്രിസ്ത്യൻ വോട്ടുകളുള്ള സ്ഥലം കൂടിയാണ് തൃക്കരിപ്പൂർ. മലയോര പ്രദേശമുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ. ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടും. മാത്രമല്ല എൻ ബ്ലോക്കായി 2 വോട്ട് കിട്ടുമ്പോൾ തന്നെ സന്ദീപ് വാര്യരോടുള്ള പ്രത്യേക താല്പര്യമുള്ള BJPയുടെ വോട്ട് അവിടെ കിട്ടും. BJP അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ. ആ വോട്ടും സന്ദീപ് വാര്യർക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ 3 വോട്ടും മാത്രമല്ല, CPMൻ്റെ ഉള്ളിലുള്ള ഈ വിള്ളൽ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂരിൽ. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ഉണ്ടാക്കിയ, അതേപോലെ TK ഗോവിന്ദൻ തളിപ്പറമ്പിലുണ്ടാക്കിയ ഓളം ഇവിടേക്കും ബാധിച്ചിട്ടുണ്ട്. അതിലുപരി ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയനുള്ള എതിർപ്പും ശക്തമായ രൂപത്തിൽ തൃക്കരിപ്പൂരിലുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ ജയിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കും. കാരണം BJP വീട്ടിൽ കോൺഗ്രസ് വന്നിട്ട് തൃക്കരിപ്പൂർ പോലുള്ള ഒരു പൊന്നാപുരം കോട്ടയിൽ നിന്ന് വലിയ ഭരതനെ പോലുള്ള അങ്ങനെ വലിയ വലിയ നേതാക്കള് അവിടെ നിന്ന് ജയിച്ച സ്ഥലമാണ്. EK അവിടെ നിന്നുള്ളതാണ്. അപ്പൊ അതുപോലുള്ള നേതാക്കന്മാർ മത്സരിച്ചുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ. സാധാരണ സ്ഥലമല്ല, CPMൻ്റെ ഏറ്റവും ശക്തി സ്ഥലം എന്ന് പറയാവുന്ന സ്ഥലമാണ്. പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. ചീമേനിയെപ്പോലുള്ള ഏറ്റവും പല വിവാദങ്ങളുണ്ടായ സ്ഥലമാണ്. എന്തായാലും ഇത് ഓൺലൈനിലെ ചില സംഘികൾ, സന്ദീപ് വിരുദ്ധതയുള്ള കുറേയധികം സംഘികളുണ്ട്. അവർക്ക് എന്തായിരിക്കും വല്ലാത്ത വിഷമായിരിക്കും സന്ദീപ് വാര്യർ ജയിക്കുകയാണെങ്കിൽ. സന്ദീപ് വാര്യർ ജയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും അടി കിട്ടുന്നത് BJPക്കാണ്, കോൺഗ്രസിന് CPMനല്ല. അപ്പം BJPക്ക് ഏറ്റവും വലിയ അടി കിട്ടുന്നു. BJPയിലെ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ചിട്ട് BJPക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള വാർത്തയും വരികയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സന്ദീപ് വാര്യരട്ടൻ ജയിച്ചാൽ BJPൻ്റെ പണി തീർന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. തീർച്ചയായിട്ടും. മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരത്താണ് ആര് നിൽക്കുന്നത്? സന്ദീപ് വാര്യരുടെ ഏറ്റവും വലിയ എതിരാളിയായ സുരേന്ദ്രൻ അവിടെ 10-15,000 വോട്ടിന് തോൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതേപോലെ അശ്വനി കാസർഗോഡ് ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെയും പരാജയപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. 2 സീറ്റ് BJPൻ്റെ ശക്തമായ കേരളത്തിലെ സെൻറ്ററാണ് ഈ കാസർഗോഡും മഞ്ചേശ്വരവും. പുതുമയും UDF പിടിച്ചെടുക്കുമെന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ ഒരു സീറ്റ് മാത്രം
കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് കിട്ടാൻ സാധ്യതയുള്ളത് എന്നും കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ല UDFന്റെ ശക്തമായ സാന്നിധ്യമാണ് അറിയിക്കാൻ പോണ ഈ വരാൻ പോണ ഇലക്ഷൻ റിസൾട്ടിൽ. 100 സീറ്റിൽ മേലെ കിട്ടുമെന്ന് പറയുന്ന UDF കണക്ക് കൂട്ടുന്നത് കാസർഗോഡ് നിന്ന് 4 സീറ്റാണ്. അപ്പോൾ ഉദുമി അട്ടിമറിക്കപ്പെടുന്നു, തൃക്കരിപ്പൂരും അട്ടിമറിക്കപ്പെടുന്നു, കാഞ്ഞങ്ങാടും മഞ്ചേശ്വരവും കാസർഗോഡ് നിലനിർത്തുന്നു പറഞ്ഞാൽ അത് വലിയ അട്ടിമറി തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സന്ദീപ് വാര്യർ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തൃക്കരിപ്പൂരിന്റെ മാത്രം ഒരു സ്വഭാവമല്ല, അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളായ കണ്ണൂർ, അവിടെ വലിയ വിഭാഗീയതയുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന പയ്യന്നൂരായിക്കോട്ടെ, തളിപ്പറമ്പ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വിഭാഗീയതയുടെ വലിയ ആളിക്കത്തലുണ്ടല്ലോ, അത് തൃക്കരിപ്പൂരും വ്യാപിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, നിർബന്ധമായിട്ടും പയ്യന്നൂരിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് തൃക്കരിപ്പൂർ. പയ്യന്നൂരിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ. പയ്യന്നൂരും തളിപ്പറമ്പും അതേപോലെ തൃക്കരിപ്പൂരും എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സ്ഥലങ്ങളാണ്. ആ ഏരിയയിലാണ് ഇത്രയും വലിയ അട്ടിമറികൾ CPMന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന മാതിരിയുള്ള അട്ടിമറി അല്ല അവിടെ നടക്കുന്നത്. ഈവൻ പിണറായി വിജയൻ പോലും സംശയത്തിന്റെ നിഴലിലാണ്. അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് പറഞ്ഞ എന്താ 5000 വോട്ടിന് ജയിക്കുന്നതാണ്. അതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ MV ജയരാജന്റെ പ്രസ്താവനയായിട്ടാണ്. MV ജയരാജൻ എന്താ പറഞ്ഞ ധർമ്മടത്തടക്കം എവിടെയും സാധ്യമല്ല, അല്ല, എല്ലാ സ്ഥലത്തും ടഫ് ഫൈറ്റ് ആണെന്ന്. ഏതെങ്കിലും കാലത്ത് കണ്ണൂർ ജില്ലയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിൽ 4 സീറ്റ് വരെ മാക്സിമം പോയാൽ UDFന് കിട്ടുമായിരിക്കും. അങ്ങനെയല്ല കണക്കൂട്ടിയത്. കഴിഞ്ഞ ശേഷം 2 സീറ്റല്ലേ കിട്ടിയത്. ഇത്തവണ അവർ ഉറപ്പിച്ച് പറയുന്ന സ്ഥലം തന്നെ ഇപ്പം 5-6 സീറ്റിലേക്ക് കടക്കുകയാണ്. അത് മൊത്തം 11 സീറ്റിൽ 6 സീറ്റ് UDF നേടും എന്ന് പറയുമ്പോൾ കാസർഗോഡും കൂടെ 4 സീറ്റ് കിട്ടുമ്പോൾ 10 സീറ്റായി. മൊത്തം എത്ര സീറ്റുണ്ട് കണ്ണൂരും കാസർഗോഡ്? 11ഉം 5ഉം 16 സീറ്റാണ്. 16 സീറ്റിൽ 10 സീറ്റ് അവിടെ നിന്ന് തന്നെ തേടി കഴിഞ്ഞാൽ VD സതീശൻ പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എറണാകുളം കൂടെ എത്തുമ്പോൾ ഭൂരിപക്ഷം ആര് നേടിയിരിക്കും? UDF നേടിയിരിക്കുമെന്നാണ്. എറണാകുളം കവർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ UDFന് 71 സീറ്റിലേക്ക് കടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് UDF 100 സീറ്റിലപ്പുറം കടക്കുമെന്നുള്ളതിനെയാണ്. അതിൽ കാസർഗോഡ് തന്നെ അതിൻ്റെ തിരി കൊളുത്തുന്നു. അതിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നതും എവിടെയായിരിക്കും? തൃക്കരിപ്പൂരായിരിക്കും. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വലിയ മണ്ഡലമാണ്. മലയോര പ്രദേശങ്ങളിലുള്ള മണ്ഡലമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചീമേനി അടക്കമുള്ള ശക്തമായ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഇന്നല്ല പാർട്ടി വളർന്ന് ഡെവലപ്പ് ചെയ്തത്. പാർട്ടി ഉണ്ടായ കാലം മുതൽ തന്നെ ഇവിടെ ഏറ്റവും ശക്തമായ രൂപത്തിൽ പാർട്ടി അടിത്തട്ട് വരെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് EMSനെ പോലുള്ള EK നായരെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചത്. ഒരു സമയത്ത് പട്ടാമിയിൽ നിന്നൊക്കെ നിർത്താതെ EMSനെ തൃക്കരിപ്പൂർ കൊണ്ടുതന്നെ നിർത്തിയത്. അതാണ് ഉറച്ച കോട്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ കോട്ടയാണ് പൊളിക്കാൻ പോകുന്നത്. സന്ദീപ് വാര്യർ ബോംബിട്ട് തകർക്കും. സന്ദീപ് വാര്യർ അവിടെ തകർക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അവിടെ കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ പ്രചരണത്തിനിടെ ഷാഫി പറമ്പിൽ വന്നപ്പോൾ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. എന്തിന്? നമ്മുടെ VD സതീശൻ യാത്ര ചെയ്തപ്പോൾ തൃക്കരിപ്പൂർ വന്നപ്പോൾ ഉണ്ടായ ഇതേപോലെ പൊതുയുഗ യാത്രയ്ക്ക് 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. അതിനർത്ഥം അവിടെയെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതിലുപരിയായിട്ട് പിണറായി വിരുദ്ധ വികാരമാണ് തൃക്കരിപ്പൂരിൽ ബാധിച്ചിരിക്കുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പിണറായി വിരുദ്ധ വികാരമാണ് ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതലുള്ളത്. അതിൽ ഏറ്റവും വലിയ സെൻറ്ററായി മാറിയത് തൃക്കരിപ്പൂരാണ്. അതിന് കാരണം സന്ദീപ് വാര്യർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു മുന്നേറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും മെയ് 4-ാം തീയതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ദിവസമാണ്. അന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നിരവധി ഞെട്ടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. 6000 വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്ന് വിജയിക്കുക എന്നതാണ് നമുക്ക് ഒരു അട്ടിമറി വിജയം ആ രീതിയിലൂടെ ഉണ്ടാക്കുന്നതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിലെ ഒരു CPM നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് CPMന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള യാതൊരു പ്രചരണവും അവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് UDF കാൻഡിഡേറ്റ് ആയിട്ടുള്ള സന്ദീപ് വാര്യരാണ്. അപ്പോൾ അതിന്റെ ഗുണം കൂടി അദ്ദേഹത്തിന് ലഭിക്കും. മാത്രമല്ല മുസ്തഫ വലിയ കാൻഡിഡേറ്റ് ഇല്ല. മുസ്തഫിനെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായമാണ് തൃക്കരിപ്പൂരിലുള്ളത്. അതും പ്രധാന ഘടകമാണ്. എന്തായാലും ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിൽ CPM തകരുമ്പോൾ അതിൽ ഏറ്റവും വലിയ തകർച്ച വരുന്ന ഒരു സ്ഥലമാണ് തൃക്കരിപ്പൂർ. ഒരിക്കൽ പിടിവിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് തൃക്കരിപ്പൂരിൽ CPM ഉണ്ടാക്കിയെടുക്കുക പ്രയാസമാണ്. കാരണം ഇപ്പോൾ ആരാണ് പറഞ്ഞിരിക്കുന്നത്?
നമ്മുടെ അൻവർ പറഞ്ഞിരിക്കുന്നത്, പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് സമാന ചിന്താഗതിയുള്ള കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, അതേപോലെ ജി സുധാകരൻ, ആയിഷ പോറ്റി, സുരേഷ്, ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് CPM നിന്ന് വരാവുന്ന ആളുകളെയൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ഒരു പുതിയ പാർട്ടി, കേരള സംസ്ഥാന പാർട്ടി ഉണ്ടാക്കുന്നു എന്നാണ്. അത് CPM നിന്ന് വരുന്ന ഒഴുക്ക് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് VD സതീശൻ പറഞ്ഞു കൊടുത്ത ഉപദേശമാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ CPM നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒരു അവസരം ഓട്ടോമാറ്റിക് വരികയാണ്. അത് CPM തകർക്കാനുള്ള ഏറ്റവും വലിയ വഴിയായി തീരും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാൻ പറ്റും.